ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. സോ കേരള ലഞ്ച് മെനുവിൻ്റെ 125ാമത്തെ മെനുവായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ രണ്ട് റെസിപ്പീസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് തക്കാളി കൊണ്ടുള്ളൊരു സിമ്പിൾ പച്ചടി, ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. പിന്നെ ചക്കയും കൊണ്ടുള്ള തോരൻ. രണ്ടിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മീൽ ഐഡിയാസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തക്കാളി പച്ചടി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് ഞാൻ തക്കാളി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, തിൻ സ്ലൈസസ് ആയിട്ട്. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. വേവിക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തക്കാളി നല്ലതായിട്ട് സോഫ്റ്റ് ആവണ വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. അപ്പോൾ തക്കാളി നന്നായിട്ട് കുക്കായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് സ്ലൈറ്റായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുത്തിട്ട് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് കുറയ്ക്കാം. അപ്പോൾ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മാഷ് ചെയ്തിട്ട് ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ട ഒരു അരപ്പാണ്. അപ്പോൾ ഞാൻ തേങ്ങയും പച്ചമുളകും കടുകും കൂടി നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ കുറച്ച് അടിച്ച് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഈ തക്കാളിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറി കുറച്ച് കട്ടിയായിട്ടാണ് വേണ്ടത്, അതുകൊണ്ട് അധികം വെള്ളം ചേർക്കരുത്. ഇനി തേങ്ങയുടെ മിക്സ്ചർ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സായി വരുന്ന വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഒരു കട്ടിയായിട്ടുള്ള പച്ചടിയുടെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. വല്ലാണ്ട് വെള്ളം ഒഴിക്കരുത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പ് വേണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിന് ഒരു ചെറിയ തള വരുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് ചെറിയൊരു തള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വറുത്തിടാം. വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും ചുവന്ന മുളകും കരിവേപ്പിലയും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി പച്ചടി റെഡി. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ ചക്കത്തോരനാണ് ഉണ്ടാക്കിയത്. അതിനായിട്ട് ചക്കത ഇങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇത് വേകാൻ ആവശ്യമുള്ള ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലിന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചക്ക കുക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉഴുന്നും പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരണം. അതിൻ്റെ ഒപ്പം കുറച്ച് പച്ചരി അതും ഒന്ന് പൊട്ടിക്കാനായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചക്ക ചേർക്കാം. ചക്ക ഒന്നില്ലെങ്കിൽ മിക്സിയിൽ ഒന്നിട്ടിട്ട് പൾസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അമ്മിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഇത് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ മിശ്രിതം നമുക്ക് ഈ വറുത്തിട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് ഈ ചക്കയൊന്ന് സോട്ടേ ചെയ്തെടുക്കുക. എന്തായാലും വേവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതൊന്ന് ചൂടാവണ വരെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. പിന്നെ ഇതിന് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അടുത്ത ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു അരപ്പാണ്. അപ്പോൾ അരപ്പിൽ ഞാൻ കുറച്ച് തേങ്ങ, ജീരകം, ചെറിയുള്ളി, പച്ചമുളക്, കരിവേപ്പില, പിന്നെ വേണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം. ഒരു വെളുത്തുള്ളിയുടെ അല്ലി ചേർത്താൽ മതി. അത് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കുക. തേങ്ങയുടെ പച്ച ചുവ പോണ വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ 2-3 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിമ്പിൾ മീലായ തക്കാളി പച്ചടിയും ചക്കത്തോരനും റെഡി ആയിട്ടുണ്ട്. ഇതൊപ്പം ഞാൻ ഒരു സാലഡും പപ്പടവും മീൻ വറുത്തമൊക്കെ വെച്ചിട്ട് നല്ല ഊണായിരുന്നു. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.